അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ 409 ഹദീസ് ആയിട്ട് എൻ്റെ ഞങ്ങൾ വിവരിക്കുകയാണ്. ബാബുൽ ഖൗഫ്, അള്ളാഹുടെ പേടി. ആ പേടിനെ സംബന്ധിച്ച് ഞങ്ങൾ വിവരിച്ചു വന്നുകൊണ്ടുള്ള അതിലെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇരിപ്പുള്ളത് ഖിയാമത്ത് നാളിലെ പല സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടതുണ്ട്. അവിടുത്തെ ശിക്ഷയും അവിടുത്തെ വിഷയങ്ങളൊക്കെ പോയി നോക്കി കണ്ടുവന്ന സംഭവങ്ങളെല്ലാമാണ്. അതെല്ലാം കണ്ട് വിവരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ ഞങ്ങൾ ചൊന്നത് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൊരു വിഷയമായിട്ട് 10 മലക്കുകളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നൊരു മലക്ക്, ആ മലക്ക് അള്ളാഹ് ഏൽപ്പിച്ചതോ അത് ഒരു ഊതുകയായിട്ട്. ആ ഊത്ത് എന്നുള്ളത് ഒന്നാമത്തെ ഊത്ത് കൊണ്ട് ഭൂമി മുഴുവനും പൊടിപ്പൊടിയായി, അല്ല പർവ്വതങ്ങളെല്ലാം പൊടിപ്പൊടിയായി പാരിപ്പോയിട്ട് ആകാശങ്ങളെല്ലാം പൊടിഞ്ഞു പോന്നു, എല്ലാം നശിഞ്ഞു പോണ്ട്. അള്ളാഹു മാത്രം ബാക്കിയുള്ളതെല്ലാം അതോടുകൂടെ നശിഞ്ഞു പോണ്ടവർ, മരണപ്പെട്ടു പോയി, എന്തുമില്ല, ആറുമില്ല, അള്ളാഹു മാത്രം. പിന്നെ ഇസ്രാഫീൽ അലൈഹി സ്വലാമിനെ അള്ളാഹു ഹയാത്താക്കി. ആ ഇസ്രാഫീൽ അലൈഹി സ്വലാം രണ്ടാമത്തെ റൂത്തൂതുമ്പോ മരിച്ചങ്ങല്ല ഹയാത്താക്കി മഹ്ശറാൻ ചൊല്ലി ഭൂമിക്ക് എത്ര. അപ്പൊ ഇസ്രാഫീൽ അലൈഹി സ്വലാമിനെ അള്ളാഹു ഊതുകുബേനായി ഏൽപ്പിച്ച ആ ഡ്യൂട്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ആ മലക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ, ആ മലക്ക് സൂർ എന്ന ആ കഹല, ഊതുകുബേനായിട്ടുള്ള ആ വസ്തു, അത് ഇങ്ങനെ പിടിച്ചിട്ട് എന്താക്കിക്കൊണ്ടുണ്ട്, കാത്തോണ്ടുണ്ട്. എപ്പ അനുമതി കിട്ടിട്ട് ഇസ്രാഫീൽ അലൈഹി സ്വലാം കാത്തോണ്ടല്ല. അള്ളാഹു മാത്രല്ല കാത്രല്ല, ഹദീസിൽ ചിലത് ഞാൻ തല ഇങ്ങനെ ബഗ്വാട്ടിട്ടുണ്ടെങ്കിൽ ആ എപ്പ ഊതറുകൊണ്ടുള്ള അനുമതി അത് ഇപ്പൊ കിട്ടിട്ട് ഇങ്ങനെ കാത്തോണ്ടുണ്ട്. അത് കാത്തറു. അപ്പൊ ഇസ്രാഫീൽ അലൈഹി സ്വലാം എന്താക്കറ്, ഊതറ്. അപ്പൊ ഇത് നബിയുടെ സ്വഹാബാക്കൾക്ക് വലിയ വെറും ജിന്നായി കണ്ടെത്തും. കാരണം ഇതെല്ലാം പേടിക്കേണ്ട വിഷയങ്ങളല്ലേ. നമുക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുമാർക്ക് ദുനിയാവിടെ സുഖലും മുഞ്ഞക്ക് ഇതിനൊരു പേടിയോ ഇതോ എന്നും വന്നവല്ലേ. അതേ സമയത്ത് ഈമാനും തത്വമില്ല ആൾമാർക്ക് ഇതൊക്കെ കേൾക്കും വലിയ പേടിയല്ലേ. അപ്പൊ സ്വഹാബാക്കൾ കേട്ടത് എന്താക്കണോ, എന്താ ചെയ്യേണ്ടത്, രക്ഷപ്പെടണ്ടേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നിങ്ങൾ ചൊല്ലറ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ചൊല്ലറ്. അത് അധികരിപ്പിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. അപ്പൊ ഇത് ഞങ്ങൾ എന്താക്കണം, ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് എപ്പ സംഭവിക്കരുത് എന്ന് ചൊല്ലാവില്ല. അത് എപ്പ എന്നുള്ളത് അറിയിച്ചിട്ടില്ല. ഏതായാലും ഖിയാമത്ത് നാളുകൾ അടുത്തോണ്ടായിട്ട് കാലം പോയോണ്ടുള്ളത്. നമുക്ക് ആഖിർ സമാനിൽ ജീവിക്കുന്ന ആളുമാറായിട്ട് അതാ നമുക്ക് ഹദീസ് പ്രവേശിക്കാം. വൻ അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിക്കും, ഞാൻ എങ്ങനെ ഇവിടുത്തെ നിഅമത്തല്ല, ഇവിടുത്തെ സുഖങ്ങളല്ല ആസ്വദിക്കരുത്. വസായിബുൽ കർണി, കർണിയുടെ ആള്, കർണ് ചെന്നെങ്കിൽ ഈ ഊതുകുബേനായി കൊമ്പ് കൊടുക്കപ്പെട്ട ആള്, കർണ് ചെന്നെങ്കിൽ കൊമ്പുണ്ടായിട്ടിക്കല്, അതായത് ഊതുകുബേനായി ഏൽപ്പിക്കപ്പെട്ട വസ്തു ആള്, അത് സാഹിബ് ചെന്നെ അതുള്ള കർണിയുടെ ആള് എന്നർത്ഥം. കർണ് ചെന്നെ കൊമ്പുണ്ടായിട്ടില്ല, കൊമ്പ് ചെന്നെ ഈ ഊതുകുള്ളതായ ആ വസ്തു, അത് ഏൽപ്പിക്കപ്പെട്ട ആള് കതിൽ തക്കമൽ കർണ, ഈ കർണിടെ അയാൾ ബായിക്ക് വെച്ചിട്ടുണ്ട്. കൊമ്പ് പിടിച്ചോണ്ടിട്ട് മാത്രല്ല, ആ കൊമ്പ് ഊതുകുബേനായി ബായിക്കിട്ടു. വസ്തമാൽ ഇതിന് അനുമതിരെ അയാൾ കാതുക്ക് എന്തായിരിക്കുന്നത്, അതിന് കാത് കൊടുത്തോണ്ടുണ്ട്. മത്തായി ഉമറു ബിൻ നഫ്ഹി, എപ്പോ ഊതുക അവിടെ വാട്ടർ കിട്ടുണ്ട് അയാൾ കാത്തോണ്ടുണ്ട്. ഫയം ഫഹു, അപ്പ അയാൾ ഊതുകു. അപ്പൊ ഞങ്ങ ഒരു ഊത്തൂതിയെങ്കിൽ ഇങ്ങനെല്ലാം അവിടെ ഞങ്ങൾ പേരിക്കത്തില്ല. ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളെ പോലെ പേരിച്ചാൻ കണ്ടെങ്കിൽ അതാവില്ല. ഇതെല്ലാം ഉൾക്കൊള്ളത്തിൽ കഷ്ടപ്പെടും. അപ്പൊ മലക്കരെ സംബന്ധിച്ച് ഞങ്ങൾ അറിയണം, അള്ളാഹുടെ മലക്കുങ്ങളിൽ ഈ ഭൂമിയെല്ലാം ഒരു ബെറല് കൊണ്ട് മറിക്കുക തീരെങ്കിത്തെ മലക്കുമുള്ളത്. എല്ലാത്തിനെയും മലക്കുങ്ങൻ്റെ മനുഷ്യന്മാരെ പോലെയല്ല. അള്ളാഹു തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് പല അത്ഭുതങ്ങള്
അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്, മറ്റുള്ള മലക്കുകൾ അങ്കൊക്കെ അള്ളാഹു താല ചില സ്വരങ്ങൾ ഏൽപ്പിച്ചത്. അപ്പൊ ആ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ ഡ്യൂട്ടിയിൽ അങ്ങ് ഇക്കറാറ്. ഇപ്പൊ ഒരു ടേബിളുണ്ട്, ഈ ടേബിളിൽ എന്തെങ്കിലും ഞങ്ങൾ മധുരത്തിൽ പിരിക്കില്ല. അപ്പൊ അതൊക്കെ എറുമ്പ് ഉണ്ട്. എന്നാൽ ഈ എറുമ്പെല്ലാം നിറഞ്ഞിട്ടുള്ള ഈ ടേബിളുക്ക് ഞങ്ങൾക്ക് മനുഷ്യന്മാരായ ഞങ്ങൾക്ക് ഇത്ര എറുമ്പിടെ കൊല്ലക്ക് ചുമ്മൻ ആരെ വേണം? ഉറപ്പാട്ടെ ചുറ്റ തന്നെ എടുത്താ വന്നിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൗഡർ ഇട്ടിട്ട് എന്തോ കൊല്ലക്ക് ചുമ ടൈമൊന്നും വേണ്ട. അല്ലെങ്കിൽ അതിലെല്ലാം കീഴിലും ഈ ടാബിലെ പിടിച്ചിട്ട് ഇതിനെ കുത്താക്കും. മനുഷ്യന്മാർക്ക് അത്ര സ്വറ വേണ്ട, റബക്കതാവും അല്ലേ? അല്ലെങ്കിൽ അതിക്ക് ചുട്ട തന്നി വളർന്നിട്ടുണ്ട് ബീറ്റി തന്നെ അതെല്ലാം സത്തുകൊണ്ട്. അപ്പൊ എറുമ്പിടെ നോക്കുമ്പോ മനുഷ്യന്മാർക്ക് കഴിവ് ജാസ്തി ഇല്ലേ? എന്നാ മലക്കുങ്ങളെ മനുഷ്യന്മാരെ പോലെയല്ല, എനിക്ക് അള്ളാഹു താല വലിയ പവർ കൊടുത്ത മലക്കുങ്ങളാണ്. അപ്പൊ ഒരു ഊത്തും ചൊന്നെങ്കിൽ ചില്ലറ ഊത്തും വരിക്കാൻ ആ ഊത്തോടു കൂടെ എന്താ വിടും? പർവ്വതങ്ങളെല്ലാം പാരിപ്പോണ്ട്, ആകാശങ്ങളിൽ പൊടിയായി പോണ്ട്, എല്ലാം മരിച്ചു പോണ്ട്, ആരും ബാക്കിയില്ല, അള്ളാഹു മാത്രം ബാക്കി. പിന്നെ ചിലതാ ഈ സംഭവം ചെന്നപ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇങ്ങനെ കൊമ്പ് ബായിക വെച്ചിട്ട് കാത്തോണ്ടുണ്ടോട്ട് ഈ വിഷയം കേട്ടിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾക്ക് ഭയങ്കര ദിന്നായിട്ടത്, ഭയങ്കര പേടിയല്ലേ. ഫഖാലലോ, അപ്പൊ നബി തങ്ങൾ അങ്ങോട്ട് ചൊന്ത് ഒരു നിങ്ങൾ ചൊല്ലോറു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് നിങ്ങൾ ചൊല്ലോറു. ഞങ്ങൾക്ക് അള്ളാഹുടെ ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനിൽ ഏറ്റവും നല്ലവനായിട്ടിക്കട അള്ളാഹു. അപ്പൊ അള്ളാഹു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുടെ ഏൽപ്പിക്കുക. ഞങ്ങൾക്ക് അള്ളാഹുമൈ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. ഇനി ഈ ഹദീസിൽ അൽ ഖർനു ചെന്ന് സൂറു, അത് ഈ കഹലായിട്ട് ഇവിടെ ഊതുട്. അല്ലതെ ഖാലല്ലാഹു തആല വനഫിഖ ഫിസ്സൂർ, സൂർ എന്ന ആ കഹലയിൽ അതിൽ ഊതിയെങ്കിൽ എന്ന് കഥാ ഫസ്സറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതായിട്ട് ആ കണ്ടിട്ട് ഇതെല്ലാം നോക്കി വന്ന നാന് ദുനിയാവുടെ നിയമത്തുകളെ കൊണ്ട് എങ്ങനെ ആസ്വദിക്കര്, ദുനിയാവുടെ നിയമത്തുകളെ കൊണ്ട് എങ്ങനെ നാന് സുഖിക്കര്. അതുകൊണ്ടല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കൊട്ടാരം പണിതിട്ടില്ല, വലിയ വീട് കെട്ടിയിട്ടില്ല, വലിയതായ ആഡംബര ജീവനം നയിച്ചിട്ടില്ല. അണ്ടത്തെ നാളുകൾക്ക് തക്ക ജീവിക്കുള്ള ആ തിന്നുകൊള്ള ആവശ്യത്തുള്ളത് മാത്രമേ സമ്പാദിച്ചിട്ട് ഒഴിഞ്ഞതൊക്കെ സദക്ക കൊടുത്ത് ജീവിച്ചാറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാവപ്പെട്ടവന്റെ ജീവനം നയിച്ചു, എല്ലാ ഇബാദത്തുകളും ചെയ്തു. വഫാത്താവുടെ വർഷത്തിൽ ഉദുഹിയത്ത് അറുത്തത് 100 ആടായിട്ട്, ഒന്നല്ല 100 ആട്. അതിൽ 63 തന്റെ കൈക്കൊണ്ടേ അറുത്തത്, ബാക്കിയുള്ളത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. ആറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊട്ടാരം പണിതിട്ടില്ല, നബി സമ്പത്ത് സ്വരൂപിച്ചിട്ടില്ല. കൊടുത്ത സദക്കയാണെങ്കിലോ ഇന്റെ 100 ആട് ഉദുഹിയത്ത് കൊടുക്കുക, 100 ആട് ഉദുഹിയത്ത് കൊടുക്കണവൻ 6. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പന്നനാക്കിട്ടെങ്കിൽ സദക്ക കൊടുക്കുന്നതിൽ നബി തങ്ങൾ സമ്പന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതമോ അത് ലളിത ജീവിതമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവുടെ നിയമത്തുകൾ ആസ്വദിച്ചിട്ടില്ല, സമ്പത്തുണ്ടാക്കി കൂട്ടി വെച്ചിട്ടില്ല, മക്കൾക്കൊന്നും ബാക്കി വെച്ച് പോയിട്ടില്ല, അവിടുത്തെ സ്വത്തുകൾ ഓതി വെക്കുകയും ഇല്ല. നബി തങ്ങൾ വഫാത്താകുമ്പോ ഫാത്തിമ ബി മാത്രമായിട്ട് മോളിന്, ബാക്കി എല്ലാവരും നബി തങ്ങളെക്കാൾ മുന്നൽ വഫാത്തായില്ല. ഫാത്തിമ ബിയും 6 തിങ്കളത്തെ വഫാത്തായി. അപ്പൊ നബി തങ്ങൾ അതാ ചൊല്ലെ, ഞാൻ എങ്ങനെ ദുനിയാവുടെ നിയമത്തുകൾ ആസ്വദിക്കല്. ഇസ്രാഫീൽ അലൈഹിസ്സലാം കർണെന്നത് വായിലിട്ട് വെച്ചിട്ട് സമ്മതത്തെ കാത്തോട്ടുണ്ട്. അള്ളാഹു തആല സ്വാലിയായ അമൽ ചെയ്യും, തഖ്വ ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ സ്വഹാബാക്കൾ എടുത്തുകൊണ്ടിരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ചൊല്ലോറു. അള്ളാഹു മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.